ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷോ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് നമ്മുടെ വിഷ്ണുവിന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇനിയും സത്യങ്ങൾ മൂടി മറച്ചാൽ ഈ കാർത്തിക എന്ന് പറയുന്നവളെ കൊണ്ട് ജീവിതം പൊറുതി മുട്ടുമെന്ന് മനസ്സിലാകുന്ന വിഷ്ണു സത്യങ്ങൾ ഇനിയെങ്കിലും ശാലിനിയോട് തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും ഒരു അവസാനം ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലാക്കുവാണ് നമ്മുടെ വിഷ്ണു. അങ്ങനെ വിഷ്ണു നല്ല ശുഭകരമായ ഒരു തീരുമാനം എടുത്തിരിക്കുവാണ് ശാലിനിയോട് സത്യങ്ങളെല്ലാം പോയി സംസാരിക്കാനായിട്ട്. പോരാത്തതിന് സത്യഭാമയ്ക്കിട്ട് രണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വിഷ്ണു. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു ശാലിനിയായി ശാലിനി ഇറങ്ങിപ്പോയതല്ല, ശാലിനി സത്യഭാമ അഹങ്കാരം കൊണ്ട് കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളി എന്ന് തന്നെ പറയണം. അത് കണ്ടിട്ടുള്ള സങ്കടത്തിൽ ഞാൻ ശാലിനിയുടെ സത്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, അതൊക്കെ മറച്ചു വെക്കേണ്ട വന്നല്ലോ എന്ന ആ ഒരു സങ്കടത്തിൽ വന്ന് വിഷ്ണു കയ്യിൽ കർപ്പൂരം കത്തിച്ച് ഈ ചെയ്ത പാവങ്ങൾക്കെല്ലാം മാപ്പ് പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ പപ്പിമോൾ വരും, വിഷ്ണുവച്ച കൈ പൊള്ളും വിഷ്ണുവച്ച വേണ്ട എന്ന് നമ്മുടെ പപ്പിമോൾ പറഞ്ഞിട്ട് വിഷ്ണു ഒരു തെല്ലും അനകാതെ നിൽക്കുമ്പോൾ ലാസ്റ്റ് പപ്പിമോൾ എല്ലാവരെയും വിളിച്ച് കൂട്ടുവാണ്. അയ്യോ എല്ലാവരും ഓടി പറഞ്ഞേ വിഷ്ണുവച്ചൻ കാണിക്കുന്ന നോക്കുമെന്ന് പറയുമ്പോൾ സത്യഭാമയും കാർത്തികാണ് ആദ്യം ഓടി വന്നത്. അപ്പം കാർത്തികയും സത്യഭാമയും ഇത് കണ്ട് ഞെട്ടി നിൽക്കുക. കാരണം കയ്യിൽ 1 2 3 കർപ്പൂരങ്ങൾ ഒരുമിച്ച് കത്തിച്ച് പിടിച്ചുകൊണ്ട് വിഷ്ണു ആ നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ, അതും ആര് പറയുന്ന ചെവിക്ക് കൊള്ളാത്ത, എടാ വിഷ്ണു നീ എന്തുവാടായി കാണിക്കുന്നത് എന്ന് സത്യഭാമ എന്തൊക്കെ പറഞ്ഞിട്ടും വിഷ്ണുവിന് ഒരു കുലുക്കവും ഇല്ല. സത്യഭാമ ഇഷ്ടം പോലെ പറഞ്ഞിട്ട് ഒന്നും നടക്കാതെ ലാസ്റ്റ് സത്യഭാമ കൈ കൊണ്ട് തട്ടിക്കളയണം ആ കർപ്പൂരം വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന്. അത് കാണുമ്പോഴത്തേക്ക് വിഷ്ണുവിന് വന്ന ദേഷ്യത്തിന് വിഷ്ണു ഒരു അക്ഷരം പറയാം, എടാ വിഷ്ണു നീ എന്തു അടേ കാണിക്കും, എന്ത് ഭ്രാന്താണ് നീ കാണിക്കുന്നത്, മോനെ നിനക്ക് എന്ത് പറ്റി. ഇതൊക്കെ പറയുമ്പോഴും ചോദിക്കുമ്പോഴും സത്യഭാമയ്ക്ക് ചങ്ക് പൊടിഞ്ഞാണ് സത്യഭാമ ഈ ചോദിക്കുന്നത്. പക്ഷേ വിഷ്ണു അതിനേക്കാളും മനസ്സ് തകർന്ന് നിൽക്കുന്ന ആ ഒരു സമയത്ത് വിഷ്ണുവിൻ്റെ സങ്കടവും ദേഷ്യവും എല്ലാം അമ്മയോടും ഒന്നും ഒരു വാക്ക് മറുത്ത് പറയാൻ പറ്റാതെ ദേഷ്യമൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് ഒരക്ഷരം മിണ്ടാണ്ട് എന്താണെന്ന് പറയുക കലിയോടുകൂടി അവിടെ നിന്ന് പോകും. സത്യഭാമ അവിടെ പേടിച്ചിരിക്കുകയാണ്. കാരണം മകനി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ സത്യഭാമയ്ക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അപ്പോഴത്തേക്ക് വിഷ്ണു എന്താണെന്ന് പറയുക, അതൊക്കെ അമ്മ തട്ടി എറിഞ്ഞപ്പോഴത്തേക്കും തന്നെ വിഷ്ണു അവിടെ നിന്നാണ് എന്താ മോനെ നിനക്ക് പറ്റി, ഇതിനൊന്നും ഒരു ഉത്തരം പറയാതെ വിഷ്ണു അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോന്നേ കാണുന്നത്. അപ്പോൾ ഇത് കണ്ട് ഈ കാർത്തിക ഉൾപ്പെടെ ഞെട്ടി നിൽക്കുക. ഈ സമയത്ത് സത്യഭാമ പറയുന്നുണ്ട്, മോളെ നീ അവൻ്റെ കൂടെ തന്നെ എപ്പോഴും വേണം കേട്ടോ, അവനെ നീ എവിടെയും ഒറ്റയ്ക്ക് വിടല് എന്ന് കാർത്തികയോട് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ഞാൻ കൂടെ കാണും സത്യഭാമ, എന്ന് എപ്പോഴും ഞാൻ തന്നെ കൂടെ കാണും. എന്നിട്ട് കാർത്തിക മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, വിട്ട് തരില്ലടി നിനക്ക് ഞാൻ ഇനി ഒരിക്കലും എൻ്റെ വിഷ്ണുവേട്ടൻ ഞാൻ നിനക്ക് വിട്ട് തരത്തില്ല എന്നിട്ട് ശാലിനിക്കെതിരെ വെല്ലുവിളിയാണ് മനസ്സിൽ ഇപ്പോഴും സങ്കല്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു അലവലാതി. ഒന്നും കൊണ്ട് വിളിച്ചല്ല, കാരണം ഇത്രയും നാളെ ഹർഷനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വിഷ്ണുവിനെ കണ്ട വിഷ്ണുവിൻ്റെ പിറകെ പോകുന്നെങ്കിൽ അവളുടെ പ്രേമം എന്തുവാന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാമെന്നല്ലേ ഉള്ളൂ. പിന്നെ വിഷ്ണു താഴേക്ക് പോകുന്ന നമ്മുടെ പപ്പിമോളാണെങ്കിലാണ് വിഷ്ണുവിന് പോയിട്ട് എന്താണ് കയ്യിൽ ആ മരുന്നൊക്കെ പരട്ടി കൊടുക്കുന്നത്, എന്നിട്ട് ഊതിയൊക്കെ കൊടുക്കുവാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വിഷ്ണു അവിടെ ഇരിക്കുമ്പം രാഘവേട്ടൻ മുന്നിൽ ഇരിക്കുക. രാഘവേട്ടന് ചങ്ക് പിടഞ്ഞിരിക്കുവാണ്. കാരണം മകൻ എന്തൊക്കെ കാണിച്ചുകൊണ്ട് അമ്മ കാണിക്കുന്ന ക്രൂരത കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യഭാമയുടെ വക അടുത്തൊരു എൻട്രി. സത്യഭാമ കൊണ്ടുവരുന്നത് ഇച്ചിരി മോരും വെള്ളമാണ് ഒരു ഗ്ലാസ് നിറയെ കൊണ്ടുവരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷ്ണു നീ അതങ്ങ് കുടിച്ചാട്ടെ, ശരീരത്തിൻ്റെ അകമൊന്ന് തണുക്കട്ടെ, തലയൊക്കെ തണുക്കട്ടെ എന്ന് പറയുമ്പോൾ വിഷ്ണു എന്താ തൊടാൻ പോലും നിൽക്കത്തില്ല. ഈ സമയത്ത് രാഘവേട്ടൻ ഒരു കാര്യം ചോദിച്ചത്, എന്തോ ബാമേ ഈ വെള്ളം നിറത്തിയുള്ളത് വിഷമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാഘവേട്ടനടുത്ത് തുള്ളി ചാടിക്കൊണ്ട് നിൽക്കുകയാണ്. രാഘവേട്ടൻ എന്തോ പറയുന്നത്, വിഷം കൊടുക്കാനോ, ഞാൻ പ്രസവിച്ച മകന് ഞാൻ വിഷം കൊടുക്കും, നിങ്ങൾ ഇത് എന്തോ പറയുന്നത്. അല്ല ബാമേ ഞാൻ പറഞ്ഞു പോയതാ, കാരണം നീ അവനെ ഈ ഇഞ്ചിഞ്ചായിട്ട് അവൻ എൻ്റെ മുന്നിൽ കിടന്ന് നീ കൊന്ന് കാണിക്കുന്നതിനേക്കാളും നല്ലത് അവനെ ഒറ്റയടിക്കാൻ കൊടുത്ത് തീർത്തു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം അങ്ങ് തീരുമല്ലോ, അത്രയെങ്കിലും അത്രയല്ലേ ഉള്ളൂ എന്നൊരു സമാധാനമായേനെ. കാരണം അവൻ എൻ്റെ മുന്നിൽ കിടന്ന് നീ കാണിക്കുന്ന ഓരോ കോപ്പറായത്തെ അവൻ പെടുന്ന മനസ്സുകൊണ്ട് അവൻ നൊന്ത് പോകുന്ന ആ ഒരു പാട് ഞാൻ എന്നും കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ ചങ്ക് പെടയാണ് പാമ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ എന്ന് ദുഃഖിക്കുന്ന കണ്ടിട്ട്. അപ്പം സത്യഭാമ പറയുന്നത്, ഓ ഇപ്പം എല്ലാത്തിനെയും കുറ്റക്കാരൻ ഞാനായി, ഇപ്പം പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഞാൻ മനഃപൂർവ്വം വിളക്കി പിടിച്ചവനെ കൈ കത്തിച്ചാന്ന്, ഞാൻ ചെയ്തൊന്നുമല്ല, നിങ്ങളുടെ മകൻ സ്വന്തമായിട്ട് ചെയ്തു വെച്ചത് തന്നെയാണിത്, അതിന് എന്നെ ഇനി എന്തിനാ പഴിയാറുന്നത്. അപ്പം രണ്ടുപേരും തമ്മിൽ പിന്നെ അങ്ങോട്ടേക്ക് കൊമ്പ് കോർക്കായി. അമ്മയുടെ പറച്ചിലുണ്ട്, ഒരമ്മ 10 മാസം കഷ്ടപ്പെട്ട് ചുമന്ന് പ്രസവിക്കുന്ന ഒരു അമ്മയ്ക്കുള്ള വേദന എന്ന് പറയുന്ന കാര്യം ഒരു അച്ഛന് ഒരിക്കലും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു അമ്മയ്ക്ക് മാത്രമേ ഒരു അമ്മയുടെ സ്ഥാനം മനസ്സിലാക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര രീതിക്ക് തന്നെ അമ്മ പുരാണം പറയാം. അപ്പോഴത്തേക്ക് രാഘവേട്ടൻ പറയും, ഓ അമ്മേ തായേ മതിയേ എന്ന് രാഘവേട്ടൻ അങ്ങ് പറയുമ്പോഴത്തേക്കും പിന്നെ സത്യഭാമയ്ക്ക് വീണ്ടും അത് കലി തുള്ളക്കമായി. നിങ്ങളെന്തോ എന്നെ കളിയാക്കാൻ നിൽക്കുന്നു, നിങ്ങൾ ഇതേണ്ട എൻ്റെ അടുത്തൊന്നും പറയാൻ വരല്ലേ, നിങ്ങളുടെ മകൻ ചെയ്തത് നിങ്ങളുടെ ചങ്ക് പൊള്ളുന്നെങ്കിൽ അവൻ സ്വന്തമായിട്ട് ചെയ്തു വെച്ചേ, അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. അതേ ഭാമേ
സഹിച്ച് ഞാൻ കഷ്ടപ്പെട്ട് പ്രസവിച്ചെന്ന് പറയുന്നില്ലേ ഓരോ മക്കളെയും. ആ പറയുന്ന അമ്മമാർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രസവിച്ചിടുന്ന ആ ഒരു മക്കൾക്കും സ്വന്തമായിട്ടൊരു എന്താണ് മജ്ജയും മാംസവും മനസ്സും ഹൃദയമുള്ള ആൾക്കാരാണ്. അവർക്കും വേദനിക്കുമ്പോൾ അമ്മ അവരുടേതായ ഒരു വേദനകൾ പലതുണ്ട്. അത് കണ്ടില്ല നടിച്ചിട്ട് സ്വന്തം വേദന മാത്രം തൂക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ചെയ്യുന്ന അതാണ്. നീ അവൻ്റെ സങ്കടം മനസ്സിലാവും. ഇന്ന് നീ കൊല്ലുവാണ് നീ അവനെ. അവനെ ഞാനാണ് കൊല്ലുന്നത്. അപ്പോൾ അമ്മേ നീ തന്നെയാണ് ഇതിനൊക്കെ പിറകിലുള്ള കാരണം എന്ന് പറയുന്നത്. നീ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്നറിയോ? നിൻ്റെ മകൻ്റെ കൈക്കൊന്നുമല്ല പൊള്ളലേറ്റിരിക്കുന്നത്. അവൻ്റെ ചങ്കിനാണ് പൊള്ളലേറ്റത്. കാരണം അവൻ്റെ ഭാര്യ അവൻ്റെ കൺമുന്നിൽ വെച്ച് ഇവിടുന്ന് പിടിച്ച് വലിച്ചിറക്കി വിട്ടിരിക്കുവാണ് നീ. അപ്പം പിന്നെ അത് അവൻ്റെ ചങ്കിൽ കടന്ന് പൊള്ളത്തില്ലേ ഭാമേ? അത് മനസ്സിലാക്കാനുള്ള വിവരം നിനക്കില്ലേ? നീ കാണിച്ച് കൂട്ടുന്ന ഓരോ തെറ്റുമാണ് അവിടെ അവൻ കടന്ന് നീറുന്നത്. പിന്നെ ഇതൊക്കെ ചോദിക്കാൻ എനിക്കൊരു അവകാശമുണ്ട്. കാരണം നീ പറഞ്ഞില്ലേ നീ 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മയാണെന്ന്. ആ വേദന നീ അനുഭവിച്ചെങ്കിൽ അവനെ തോളിലും മാറിലും ഇട്ട് വളർത്തി അവനെ താലോലിച്ച് നടന്ന ഒരു അച്ഛൻ ചോദിക്കും ചോദ്യം നീ അതിന് ഉത്തരം പറ ഭാമേ എന്ന് പറയുമ്പോഴത്തേക്ക് രാഘവേട്ടാ ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ എല്ലാത്തിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞ്. സ്വന്തമായി തന്നെയാണ് ഇവൻ്റെ കൈ പൊളിച്ചത്, ഇവൻ മുറിവേൽപ്പിച്ചത്, ഇവൻ്റെ വേദനയൊക്കെ ഇവൻ സ്വന്തമായിട്ട് വരുത്തി വെച്ചാൽ സ്വയം കൃതാനാർത്ഥം എന്ന് ഇതിനൊക്കെ പറയും. അതിനൊന്നും എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ സ്വന്തമായി ചെയ്തു വെച്ചാൽ അവൻ തന്നെ അതിൻ്റെ ദുഃഖം അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് വിഷ്ണുവിന് അങ്ങ് കലിയങ്ങ് വരുവാണ്. അപ്പം ഈ കുറച്ചും കൂടെ പെരുക്കാനായി നമ്മുടെ ഭാമൻ പറയുന്നുണ്ട്. പിന്നെ അവൻ്റെ ഭാര്യയുടെ കാര്യം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതേ അവൻ്റെ ഭാര്യയല്ല. അവൻ താലി കെട്ടിക്കൊണ്ടുവന്ന് അവൻ താലിയും മാലയും ചാർത്തി എൻ്റെ ഭാര്യയെന്ന് നമ്മളെ പരിചയപ്പെടുത്തിയതാ ഈ നിൽക്കുന്ന കാർത്തികേയനാണ്. ഈ കാർത്തികനെ ഇറക്കി വിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് എന്നെ തെറ്റ് പറയുന്നത്? അവൻ ചെയ്തു വെച്ചതിനെ അവൻ സ്വന്തമായി അവൻ്റെ സ്വയം കൃതാനാർത്ഥത്തിനകത്ത് അവൻ അനുഭവിക്കുന്ന സങ്കടത്തിനൊന്നും എന്നെ കുറ്റവും പഴിയും ചാരിയുടെ കാര്യമില്ല രാഘവേട്ട എന്ന് പറയുമ്പം വിഷ്ണുവിന് ശരിക്കും കലി അങ്ങ് പിടിച്ചു കഴിഞ്ഞു. വിഷ്ണു ലാസ്റ്റ് പറയുവാണ് മതി ഇനി എൻ്റെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് 2 പേരും കിടന്ന് പോരടിക്കേണ്ട നിർത്തുമെന്ന്. എന്നെ ജനിപ്പിച്ചതിനും എന്നെ വളർത്തിയതിനും എനിക്ക് ഉടുപ്പ് മേടിച്ചതിനും എന്നെ വളർത്തിയും പഠിപ്പിച്ചതിനും എല്ലാത്തിനും എന്നെ തോളിയിട്ട് വളർത്തിയതിനും എല്ലാത്തിനും വളരെ വലിയ നന്ദിയുണ്ട്. നിങ്ങൾ അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെ കണക്കുകൾ പറയുന്നില്ലേ വളർത്തിയതിൻ്റെ കണക്ക്, അത് കേട്ടിട്ട് എനിക്കങ്ങ് സങ്കടവും സന്തോഷവും എല്ലാം കൂടി ചെന്ന് എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നീര് പൊട്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ വിഷ്ണു പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഭയങ്കര സങ്കടം. കാരണം മോൻ ഇങ്ങനെ ഒരു പ്രതികരണം ആണല്ലോ തരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സത്യഭാമൻ എട്ടി നിൽക്കുമോ. ഇനി സത്യഭാമയുടെ നെറ്റൽ കുറച്ചും കൂടെ കൂട്ടാനായി അടുത്തൊരു കാര്യം വിഷ്ണു പറയുന്നുണ്ട്. എല്ലാം അമ്മ പറഞ്ഞ പോലെ എൻ്റെ സ്വയം തെറ്റുകൊണ്ട് സംഭവിച്ച ഞാൻ സ്വന്തമായിട്ട് വരുത്തി വെച്ച അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വയം കൃതാനാർത്ഥത്തിനകത്ത് സംഭവിച്ച കാര്യങ്ങളല്ലേ ഇതൊക്കെ. അതെ ഞാൻ അങ്ങ് സഹിച്ച്. അതുകൊണ്ട് എന്നെ ഇത്രയും കാലം വളർത്തിയതിനും കാലത്തിനൊക്കെ എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് വിഷ്ണു സ്വന്തമായിട്ട് അങ്ങ് ജീവിക്കാൻ പോവാ. അങ്ങോട്ടേക്ക് സ്വയം അങ്ങ് ജീവിക്കാൻ പോവാ. അതിൻ്റെ ഇടയ്ക്കകത്ത് ഉപകാരത്തിനും ഉപദ്രവത്തിനും വേണ്ടി വരല് ഇന്നിപ്പോൾ അതിൻ്റെ വിഷ്ണു കലി കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം ഈ കാര്യങ്ങളുടെ വഴക്കും ഈ സംസാരമൊക്കെ നടക്കുമ്പം ഒളിഞ്ഞും പാത്ത് നിന്ന് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് ഇതൊക്കെ നോക്കി കേൾക്കുവാണ് നമ്മുടെ ശ്യാമ. അപ്പോൾ ശ്യാമ എണീറ്റ് വന്നതോ അവിടെ നിന്ന് കേൾക്കുന്നതോ ഒരു മനുഷ്യൻ പോലും കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ വർത്താനൊക്കെ കേട്ട് ഭയങ്കര ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഈ കാർത്തിക. കാരണം വിഷ്ണുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും ശാലിനി മാത്രമേ ഉള്ളൂ. സത്യഭാമയ്ക്ക് വിഷ്ണു കൊടുത്ത ഉഗ്രൻ അടിയായിപ്പോയി. കാരണം ഇനി ഉപദ്രവിക്കാനും ഉപകാരത്തിനും ഒന്നിനും വേണ്ടി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന പോലെ എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞ് വിഷ്ണു ഒരു ഗുഡ് ബൈ പറഞ്ഞ രീതിക്കത് വിഷ്ണു അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. കാരണം അമ്മയോട് ഇത്രയും പ്രതികരിച്ച് സംസാരിക്കുന്ന ഒരു രീതി വിഷ്ണുവിൽ നിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ സത്യഭാമ ഞെട്ടി നിൽക്കുവാണ്. കാരണം ഈ പേരും പറഞ്ഞ് ഇതെല്ലാം കേൾക്കേണ്ടവന്ന രാഘവേട്ടൻ അതിൻ്റെ അത്ര സങ്കടം. വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ വിഷ്ണുവിൻ്റെ ആ ഒരു ഇറങ്ങിപ്പോകും ദേഷ്യം ഈ വർത്താനം കേട്ട് രാഘവേട്ടൻ എന്നറിയോ ദേഷ്യവും സങ്കടവും എല്ലാം കൊണ്ട് ആ സെറ്റിക്കകത്ത് കൈ ഇങ്ങനെ കുത്തിടോ എന്ന് പറഞ്ഞെന്താണ് അത്ര ദേഷ്യം പറയണ്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്ന സത്യഭാമയ്ക്ക് കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞ് തന്നെ പറയും. സത്യഭാമ എന്താണ് വിഷ്ണു പുറത്തിറങ്ങുമ്പം വിഷ്ണുറകെ തന്നെ ആ പടിവാതിൽ അവിടം വരെ പോയിട്ട് വിഷ്ണു എന്ത് ചെയ്യുന്നു ഭയങ്കര സങ്കടവും എല്ലാ രീതിക്കുള്ള വികാരം കൊണ്ട് ഒരു അമ്മ പോയി നോക്കുവാണ് ഈ സത്യഭാമ ഇന്നാണ് മനസ്സിന് നല്ല പോലെ സത്യഭാമയ്ക്കൊന്ന് നോവ് അറിഞ്ഞത്. അപ്പം വിഷ്ണുവിനെ അവിടെ നോക്കുമ്പോൾ വിഷ്ണു എന്താണ് തിരിഞ്ഞ് പോലും നോക്കുന്നത്. അത്രയ്ക്ക് ദേഷ്യം വിഷ്ണുവിന് ദേഷ്യം പിന്നെ അടങ്ങിയില്ല. വിഷ്ണു അവിടെ തന്നെ നിന്ന് വേറെ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭാമ എന്താണ് നിസ്സഹായ അവസ്ഥയിൽ അകത്തേക്ക് കയറി ചെല്ലുന്നതാണ് പിന്നെ കാണിക്കുന്നത്. പുറത്തുനിന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം കാർത്തിക ഇങ്ങോട്ടേക്ക് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന ഭാര്യ എന്ന് പറഞ്ഞല്ല എൻ്റെ കയ്യിലെ തെറ്റാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ തന്നെയാണ്. ഇനി ഈ തെറ്റ് എനിക്ക് തിരുത്തിയേ പറ്റൂ. ശാലിനിയോട് സത്യങ്ങളൊക്കെ ഉടൻ തന്നെ തുറന്ന് പറയണം. ഉടൻ തന്നെ എല്ലാം പറയണമെന്ന് വിഷ്ണു തീരുമാനിച്ച് അവിടെ നിൽക്കുന്നതാണ് വിഷ്ണുവിൻ്റെ ഭാഗം കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നേരെ ശാരദാമ്മയുടെ വീട്ടിൽ എല്ലാം തകർന്ന പോലെ ആഹാരവും ഭക്ഷണവും വെള്ളവും എല്ലാം ഉപേക്ഷിച്ച് ശാലിനി എന്നാണ് അവിടെ നിന്ന് ഒറ്റ ആലോചിക്കുന്ന കാര്യം എന്ന് സത്യാമ്മ തന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഒരു വിധം ബാഗ് വരെ എടുത്ത് പുറത്തെറിഞ്ഞ ഒരു വിധവും അതിനൊപ്പം തന്നെ പപ്പിമോൾ ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന് സങ്കടപ്പെട്ട് കരഞ്ഞതും ശാലിനിക്ക് എന്താണ് ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരവില്ലാതായിപ്പോയല്ലോ. സത്യമോളെക്കുറിച്ചുള്ള ചോദ്യം ആ സത്യമോളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. ശാലിനി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. വിഷ്ണു സത്യങ്ങളൊന്നും പറയാതെ നിന്ന് ഇതൊക്കെ ആലോചിച്ച് ശാലിനി അത്ര സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പം നമ്മുടെ ശാരദ പറയും മോളെ നീ ഇതെന്തൊരു ഇരിപ്പാടി വന്നപ്പം തൊട്ടുള്ള ഇരിപ്പാണല്ലോ. ഒരു ആഹാരം ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ദൈവങ്ങൾ പോലും താഴേക്ക് ഇറങ്ങി വരേണ്ടി വരുമല്ലോ. അതൊക്കെ പണ്ടത്തെ കാലം എന്നമ്മേ. ദൈവങ്ങൾക്കൊന്നും ഇന്ന് അതിനൊന്നും താല്പര്യമില്ല. ഇന്നത്തെ ന്യൂ ജനറേഷൻ ദൈവങ്ങൾക്ക് മനുഷ്യനായിട്ട്
സങ്കടപ്പെടുത്തി അത് കാണാൻ മാത്രമേ ഉള്ളൂ താല്പര്യം. എടീ, നീ ദൈവനിന്ദ പറയാൻ നിൽക്കല്ലേ. കാരണം ഇന്ന് നീ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നീ സ്വന്തം കൈകൊണ്ട് വരുത്തി വെച്ചത്. ഇനി അമ്മയും കൂടെ ഉള്ളൂ എന്നെ കുറ്റപ്പെടുത്താൻ ബാക്കി. അമ്മയും കൂടെ കുറ്റം പറ. ഞാൻ എന്ത് ചെയ്യണം അമ്മേ? ഞാൻ എന്താണ് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ മതി, അതോടെ എല്ലാ പ്രശ്നമൊക്കെ തീരുമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് ശാരദാമ്മയ്ക്ക് ഭയങ്കര സങ്കടമല്ലോ. മോളെ അങ്ങനെ അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ദൈവങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. കാര്യം നിൻ്റെ ദുർവാശയല്ലേ മോളെ ഇതിനൊക്കെ ഉള്ള കാരണം. നീ സത്യങ്ങളൊക്കെ മറച്ച് പിടിക്കുന്ന കൊണ്ടല്ലേ. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ എല്ലാ കാലം ഏറ്റെടുത്ത് വെക്കാൻ? ദൈവങ്ങൾ പറഞ്ഞോടി ക്ഷാമയ്ക്ക് നിൻ്റെ സ്വന്തം കുഞ്ഞിനെ കൊടുക്കാൻ? നിന്നോട് ദൈവങ്ങളാണെന്നോടി പറഞ്ഞത്? നീ ഒരു കുഞ്ഞിനെ അമ്മയാകാൻ പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് വിഷ്ണുവിനോട് അറിയിപ്പിക്കണം എന്നുള്ള കാര്യം ഇതെല്ലാം നീ സ്വന്തമായിട്ട് വരുത്തി വെച്ചല്ലേ മോളെ. അങ്ങനെ നീ എന്തിനാ നിൻ്റെ വിധിനെയും ദൈവത്തിനൊക്കെ പഴി ചാരാൻ നിൽക്കുന്നത്? നീ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ മോളെ. നീ വിഷ്ണുവിനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറ, അവിടെ തീരെ ഈ പ്രശ്നങ്ങളൊക്കെ. അല്ലെങ്കിൽ അവന് നിൻ്റെ സത്യസന്ധതയോ നിൻ്റെ ത്യാഗത്തിനോ ഒന്നും വില അവനവിടെ മനസ്സിലാക്കാൻ കഴിയത്തില്ല ശാലിനി എന്നൊക്കെ പറയുമ്പോൾ ശാലിനി എന്താണെന്നറിയോ ലാസ്റ്റ് ഭയങ്കര ഇമോഷണൽ നിൽക്കുകയാണ്. ശാലിനി പറയാം, എൻ്റെ സ്വന്തം അമ്മ പോലും എന്നെ കുറ്റം പറഞ്ഞു തുടങ്ങി, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് സങ്കടപ്പെട്ട് ആ ശാരദാമ്മൻ്റെ കൂടെ നിന്ന് ആ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് എന്താണ് ആ ഒരു സിറ്റൗണിൻ്റെ ഭാഗത്തേക്ക് ശാലിനി പോകുന്നതാണ് കാണിയത്. സിറ്റൗട്ടിൽ തന്നെ നമ്മുടെ സത്യമോളാണെങ്കിൽ ഫോണിനകത്ത് എന്തോ ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് അകത്തെന്താണ് ഗോപാലകൃഷ്ണൻ എന്തിനൊക്കെയോ വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഷാനിയുടെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടി അടുത്ത അഡ്വക്കേറ്റിനെ കാണാൻ, DGPനെ കാണാൻ, ഇതിനൊക്കെ വേണ്ടി ഫോണിനകത്ത് എന്താണ് മാഷുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഭയങ്കര തീവ്രഗതിക്കകത്ത് സംസാരിക്കുകയാണ്. കാരണം സത്യഭാമ ഇന്നത്തോടെ പൂട്ടണം, സത്യഭാമ ഇന്നത്തോടെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഗോപാലേട്ടൻ്റെ ഏറ്റവും വലിയ തീരുമാനം. അങ്ങനെ ഗോപാലൻ ഈ തീരുമാനങ്ങളൊക്കെ പറയാൻ വേണ്ടി തന്നെ കാത്തിരിക്കുവാണ്. ഈ സമയത്ത് എന്താണ് നമ്മുടെ ശാരദാമ്മ ഷാനിൻ്റെ സങ്കടം കണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ സത്യമോൾ അവിടെ ഇരിക്കുന്നതാണോ. സത്യമോളോട് പറയോ മോൾ അകത്തേക്ക് പോയി കളിക്ക് എന്ന് പറഞ്ഞിട്ട് നേരെ എന്താണ് ഷാലിനി വീണ്ടും ആശ്വസിപ്പിച്ച് ഷാലിനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലപോലെ രീതി മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുവാണ്. ഷാലിനി, നീ ഇനി ഇങ്ങനെ സത്യങ്ങളൊക്കെ തുറന്ന് പറ. നീ ചെയ്ത കാര്യത്തിന് ത്യാഗത്തിൻ്റെ വില എന്താണെന്നും നിൻ്റെ മനസ്സിൻ്റെ അഴക് എന്താണെന്നും നിൻ്റെ മനസ്സിൻ്റെ മഹിമ എന്താണെന്നും വിഷ്ണു അറിയണമെങ്കിൽ നീ ചെയ്തതിൻ്റെ സത്യാവസ്ഥകളൊക്കെ പറഞ്ഞാലല്ലേ മോളെ അവൻ്റെ മനസ്സിൽ അതിൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറാൻ പറ്റത്തുള്ളൂ എന്ന് ഷാലിനിയോട് ഇതൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് നീ നല്ലപോലെ ആലോചിച്ച് തീരുമാനം എടുക്കുമെന്ന് നമ്മുടെ ശാരദാമ്മ പറഞ്ഞു തീർന്നില്ല. അപ്പോഴത്തേക്കും ഗോപാലേട്ടൻ്റെ അഡ്വൈസുമായിട്ട് വന്നു കഴിഞ്ഞു. നമുക്ക് സത്യഭാമ ഇന്നത്തെ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യണം. കാരണം അവർ നിന്നോട് കാണിക്കുന്ന ഈ ചതിക്ക് നമുക്ക് അവരെ വെറുതെ വിടാൻ പാടില്ല. നീ നിലവിൽ വിഷ്ണുവിൻ്റെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് തന്നെ അവർ മറ്റൊരു പെണ്ണിനെ അവൻ്റെ വീട്ടിൽ കയറി താമസിച്ച് ഭാര്യയാക്കാൻ നോക്കുന്നെങ്കിൽ അത് നിയമത്തിന് വിരുദ്ധമാണ്. നമുക്കതിനെതിരെ എല്ലാ രീതിയിലും കേസ് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശാരദ പറയുന്നുണ്ട്, ഗോപാലേട്ടൻ ഒന്ന് അടങ്ങ്, തൽക്കാലത്തേക്ക് അത് കാര്യങ്ങളൊന്നും വേണ്ട, ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ തന്നെ സ്വന്തമായി ഉചിതമായ ഒരു തീരുമാനം എടുക്കും, തൽക്കാലത്തേക്ക് ഈ ഒരു കാര്യം വിട്ടേക്കെന്ന് ശാരദാമ്മ ഗോപാലേട്ടനെ അവിടെ നിന്ന് സമാധാനപ്പെടുത്തി കൊണ്ട് അകത്തേക്ക് കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ശാലിനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിനോട് സത്യം പറയണോ വേണ്ടിയോ, ഇത് പറഞ്ഞാൽ എന്താകുമെന്ന് ചിന്തിച്ച് തീർന്നില്ല. അപ്പോഴത്തേക്കും ശാലിനിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് വിഷ്ണുവിന്. രാത്രി ഞാൻ അങ്ങോട്ടേക്ക് വരും, എനിക്ക് തന്നോട് നല്ലപോലെ സംസാരിക്കാനുണ്ട്, കാണണം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ഒരു മെസ്സേജ്. അപ്പം ശാലിനിക്ക് അങ്ങ് സങ്കടം എന്താണ് അണ്ണാ പൊട്ടി ഒഴുകുകയാണ്. കാരണം വിഷ്ണുവിൻ്റെ മെസ്സേജ് താൻ ഒരു തീരുമാനം എന്തെടുക്കണമെന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ മെസ്സേജും കൂടെ വന്നപ്പോഴത്തേക്കും ശാലിനി ചിന്തിക്കുക, സംസാരിക്കണം വിഷ്ണു, എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കണം വിഷ്ണു കേട്ടോ, എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ശാലിനി മനസ്സിൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ശാലിനി മനസ്സിൽ തീരുമാനിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതാണ് നേരം ഇരുട്ടുന്നതാണ്, രാത്രിയായി കഴിഞ്ഞു. ഈ രാത്രിയായ സമയത്തിനകത്ത് കറക്റ്റ് ശാലിനി അവിടെ വിഷ്ണുവിനായി കാത്തു നിൽക്കുകയാണ്. കാരണം അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ശാലിനി നേരെ പഴയ ആ ഹോട്ടലിൻ്റെ ആ ഭാഗത്ത് തന്നെ ഇവർ ആദ്യമായിട്ട് എന്താണ് കണ്ട ഒരു ഭാഗവും അവസാനമായിട്ട് ഇവർ പിരിക്കുന്നതിന് മുന്നേ കണ്ട ഒരു ഭാഗമുണ്ടല്ലോ ശാലിനി പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്ന സമയത്ത്, ആ ഭാഗത്ത് തന്നെ പോയി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം നേരെ വിഷ്ണു വരാണ്. വിഷ്ണുവിനെ കാണുമ്പോൾ തന്നെ ശാലിനി എന്താണ് സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പം ശാലിനി പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങോട്ടേക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, കാരണം അച്ഛൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, വിഷ്ണുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളാവും. അപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നിക്കൊണ്ടാണ് ശാലിനി ഇച്ചിരി ഫോർമാലിറ്റിക്ക് അതാണ് സംസാരിക്കുന്നത്. അപ്പം വിഷ്ണു പറയുന്നുണ്ട്, സംസാരിക്കാനായിട്ടൊക്കെ എനിക്ക് ബുദ്ധിമുട്ടല്ല, പക്ഷേ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, പക്ഷേ തൻ്റെ സംസാരത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഈ ഓഫീസർ ശാലിനിയുടെ ഈ ഒരു ഒഫീഷ്യലായിട്ടുള്ള സംസാരം കേൾക്കാൻ വേണ്ടി ഒന്നുമല്ല വന്നത്. ഞാൻ ആദ്യമായി കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പൂമഴയിൽ കണ്ട് എൻ്റെ മനസ്സിൽ കീറി പതിഞ്ഞ ആ ഒരു ശാലിനി, എൻ്റെ ശാലിനെ സ്നേഹിച്ച എൻ്റെ ശാലിനിയോട് സംസാരിക്കണം വന്നത്. ഒരു പൂമഴയ്ക്കകത്ത് എൻ്റെ മനസ്സിൽ കീറി പതിഞ്ഞ എൻ്റെ ആ ശാലിനി ഉണ്ടല്ലോ, ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ ശാലിനി, ആ ശാലിനിയോട് സംസാരിക്കാൻ ഞാൻ വന്നതെന്ന് വിഷ്ണു പറയുമ്പം ശാലിനി വിഷ്ണു പരസ്പരം റൊമാൻറ്റിക്കായിട്ട് തമ്മിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണിച്ചാണ് അടുത്ത എപ്പിസോഡ് എന്നെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത കുടുംബശ്രീ അതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻറ്റ്സ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.